ഹായ് ഫ്രണ്ട്സ്, പാസീവ് വോയിസിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് വോയിസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്ട്രക്ചർ എന്തായിരുന്നു? ഒബ്ജക്റ്റ് പ്ലസ് സബ്ജക്റ്റ് അല്ല, ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി ഈസ് ഓർ ആർ. ഓക്സിലറി എന്ന് പറയുമ്പോൾ ഈസ് ഓർ ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. ഇതാണ് സ്ട്രക്ചർ. ഇന്ന് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് പാസീവ് വോയിസ് വരുന്നത് എന്നാണ് നോക്കുന്നത്. അത് സ്ട്രക്ചർ വളരെ സിമ്പിളാണ്, സെയിം സ്ട്രക്ചറാണ്. നമ്മൾ ആക്റ്റീവ് വോയിസിൽ കണ്ടിന്യൂറ്റിയെ കാണിക്കാൻ വേണ്ടി ING ഉപയോഗിക്കാറുണ്ട്. സെയിം ING ഇവിടെയും ഉപയോഗിക്കുന്നു. ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആർ പ്ലസ് ബീയിങ് പ്ലസ് past participle form of verb. Could you follow me? കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ലോറ ഈസ് ടീച്ചിങ് മാത്സ് അറ്റ് ഹൈ സ്കൂൾ. ലോറ ഈസ് ടീച്ചിങ് മാത്സ് അറ്റ് ഹൈ സ്കൂൾ. റൈറ്റ്. ഇനി നമുക്കതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. ആക്റ്റീവ് വോയിസ് ആണല്ലോ നമ്മൾ പറഞ്ഞത്. എങ്ങനെയായിരിക്കും? ഇവിടെ ഏതാണ് ഒബ്ജക്റ്റ്? മാത്സ്. സോ മാത്സ് എന്ന് മാത്രമാണ്, സിംഗുലർ നൗണാണത്. മാത്സ് എന്നത് ബഹുവചനമല്ല, ഏകവചനമാണ്, സിംഗുലറാണ്. സോ മാത്സ് ഈസ് ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ടീച്ച് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ടോട്ട്. സോ മാത്സ് ഈസ് ബീയിങ് ടോട്ട്. അത്ര മതി. വേണമെങ്കിൽ ബൈ ലോറ. മാത്സ് ഈസ് ബീയിങ് ടോട്ട് ബൈ ലോറ അറ്റ് ഹൈ സ്കൂൾ. മാത്സ് is being taught by Laura at high school, right? Next one, everyone is watching the news. ആ ന്യൂസ് എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ എങ്ങനെയാണ് പാസീവിലേക്ക് മാറ്റുന്നത്? The news is being watched by everyone. The news is being watched by everyone, right? One more example. A waiter is serving food in this restaurant. A waiter is serving food in this restaurant. How to change? ഏതാണ് ഒബ്ജക്റ്റ്? Food. Food is being served by a waiter in this restaurant. Food is being served by a waiter in this restaurant. Okay. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഫ്യൂച്ചറിറ്റിയെ കാണിക്കാൻ വേണ്ടിയും പറയാറുണ്ട്. ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഉദാഹരണം കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. ഈ ഹാൾ ഈ ആഴ്ച പെയിൻറ് ചെയ്യും. ദിസ് ഹാൾ ഈസ് ബീയിങ് പെയിൻറ്റഡ് ദിസ് വീക്ക്. ദിസ് ഹാൾ ഈസ് ബീയിങ് പെയിൻറ്റഡ് ദിസ് വീക്ക്. ഉദാഹരണങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ കോണ്ടക്സ്റ്റുകൾ കണ്ടെത്തി ഉദാഹരണങ്ങൾ പറഞ്ഞും എഴുതിയും പരിശീലിച്ചുമൊക്കെ കൂടുതൽ പാസീവ് വോയിസിനെ കുറിച്ച് പഠിക്കുക. മറ്റു ടെൻസുകളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പോകാം. സി യു. ബൈ. ടേക്ക് കെയർ.